സർ, ഇവിടെ ഈ ഒരു അടിയന്തര പ്രമേയത്തിന് ഞങ്ങൾ നോട്ടീസ് കൊടുത്തത് കേരളത്തിലെ വർദ്ധിച്ചു വരുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മിഷേൽ ഷാജി എന്ന കുട്ടി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. സർ, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഞങ്ങളത് ഒരേ വിഷയങ്ങൾ ആവർത്തിച്ചു എന്ന നിലയിൽ ലഘുവായി ഈ വിഷയത്തെ കാണുവാൻ ബഹുമാനപ്പെട്ട ചെയർ തയ്യാറാവരുത്. സാറേ, ഈ വിഷയത്തിലെ ഓരോ സന്ദർഭങ്ങൾ, ഓരോ കുട്ടികൾ മരണപ്പെടുമ്പോഴും അതിന്റെ പിന്നിൽ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ദുരൂഹതകൾ, ആ ദുരൂഹതകൾ നീക്കുവാൻ നമ്മുടെ പോലീസിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. പോലീസിന്റെ നിഷ്ക്രിയത്വം ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്നത് വളരെയേറെ വസ്തുതയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകിയ മറുപടിയിൽ തന്നെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ അദ്ദേഹത്തിന് പോലീസ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. സാർ, ഞാൻ അതിലേക്ക് കടന്നു വരാം. സാർ, ഇന്ന് ഓരോരോ വിഷയങ്ങൾ ഇവിടെ കടന്നു വരുമ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങളും ആക്രമണങ്ങളും വർദ്ധിച്ചു വരുമ്പോൾ അതിനെ ശക്തമായി നേരിടുമെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നുണ്ട്. നിയമസഭയ്ക്ക് അകത്തും പുറത്തും പ്രഖ്യാപനങ്ങൾ ആവർത്തിച്ചു വരുന്നു. പക്ഷെ സാർ, ആ പ്രഖ്യാപനങ്ങൾ പ്രായോഗിക തലത്തിൽ വരുന്നില്ല എന്നുള്ളതാണ് ഈ അതിക്രമങ്ങൾ ഒന്നൊന്നായി വർദ്ധിച്ചു വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് വാളയാർ മുതൽ നമ്മൾ സംസാരിച്ചാൽ ഇവിടെ നടിക്ക് നേരെയുണ്ടായ അതിക്രമങ്ങൾ, ഇവിടെ വയനാട്ടിൽ കുട്ടികൾക്ക് നേരെയുണ്ടായ പീഡനങ്ങൾ, ഒട്ടനവധി വിഷയങ്ങൾ. സാർ, ഇവിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും യാതൊരു സുരക്ഷിതത്വവും കേരളത്തിൽ ഇല്ല എന്നുള്ളത് ഓരോ ദിവസം ചെല്ലുന്തോറും തെളിഞ്ഞു വരുന്ന ഒരു വസ്തുതയാണ്. അതിന്റെ മുന്നിൽ നമുക്ക് കണ്ണടച്ച് ഇരുട്ടാക്കാൻ കഴിയുകയില്ല. സാർ, ഇവിടെ മിഷേൽ ഷാജി, ആ കുട്ടി എറണാകുളത്ത് ഹോസ്റ്റലിൽ പഠിക്കുന്ന ഒരു കുട്ടി, പിറവം സ്വദേശിനിയാണ്. എന്റെ നിയോജനത്തിലുള്ള ഈ കുട്ടി എറണാകുളത്ത് CA പഠിക്കുകയാണ്. സാർ, ഇവിടെ ഈ കുട്ടിയെ കാണാതാവുന്നത് 5/3/2017 5/3/2017 ഈ കുട്ടിയെ വൈകിട്ട് 6:30 ശേഷം ഈ കുട്ടിയെക്കുറിച്ചുള്ള അറിവ് ലഭ്യമാവുന്നില്ല. സാറ്, ഈ 5/3/2017 ഈ കുട്ടി മിസ്സിംഗ് ആയി എന്നറിയുന്നത് ഏകദേശം 8 മണിക്ക് ശേഷമാണ്. കാരണം കുട്ടി ഹോസ്റ്റലിലായിരിക്കാം എന്ന് വീട്ടുകാർ കരുതി, വീട്ടിലായിരിക്കാം എന്ന് ഹോസ്റ്റൽ അധികൃതർ കരുതി. പക്ഷെ 8 മണിയായപ്പോൾ ഏകദേശം ഒരു വ്യക്തമായി കുട്ടി എത്തിയിട്ടില്ല, വീട്ടിലും എത്തിയിട്ടില്ല, ഹോസ്റ്റലിലും എത്തിയിട്ടില്ല. ആ സമയത്ത് തന്നെ പിറവത്ത് നിന്ന് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ എറണാകുളത്തേക്ക് പോകുന്നു. ഈ ഹോസ്റ്റലിലെ സിസ്റ്റേഴ്സുമായി ചേർന്ന് സിസ്റ്റേഴ്സും ഈ കുട്ടിയുടെ മാതാപിതാക്കളും സെൻട്രൽ സ്റ്റേഷനിൽ 5/3/2017 വൈകുന്നേരം ഏകദേശം 9 മണി കഴിഞ്ഞപ്പോൾ ഈ സ്റ്റേഷനിലെത്തുകയാണ്. സാർ, ഈ സ്റ്റേഷനിൽ അവരെ എത്തി പരാതി കൊടുത്തപ്പോൾ അവിടെ പോലീസിന്റെ മറുപടിയാണ് സാർ ലജ്ജാകരം. പോലീസ് പറയും, പരാതി സ്വീകരിക്കാൻ നിർവാഹമില്ല, ഇവിടെ SI ഇല്ല, പരാതി ഇപ്പോൾ സ്വീകരിക്കാൻ കഴിയുകയില്ല, നിങ്ങൾ പോയി നാളെ രാവിലെ വരൂ. ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞത് 6-ാം തീയതിയാണ് പരാതി കൊടുത്തതെന്ന് മുഖ്യമന്ത്രി ഇവിടെ വായിക്കുകയുണ്ടായി. സാർ, 5-ാം തീയതി വൈകിട്ട് ഈ കുട്ടിയുടെ മാതാപിതാക്കളും ഈ കുട്ടിയുടെ ഹോസ്റ്റലിലെ സിസ്റ്റേഴ്സും ഈ സെൻട്രൽ സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കുന്നു. സാർ, അവിടെ മാങ്ങയും ചക്കയും മുട്ടിച്ചു എന്നുള്ള പരാതിയല്ല, 18 വയസ്സുള്ള പെൺകുട്ടിയെ കാണാനില്ല എന്നുള്ള പരാതിയാണ് സാർ അവിടെ ഇവരുടെ മാതാപിതാക്കൾ മുമ്പോട്ട് വെച്ചത്. അവിടെയാണ് പോലീസ് പറഞ്ഞത്, നിങ്ങൾ പോയി രാവിലെ വരൂ. സാർ, ഇതാണോ സാർ ഇവിടുത്തെ പോലീസിന്റെ ശുഷ്കാന്തി? ഇങ്ങനെയാണോ സാർ ഒരു പോലീസ് പ്രവർത്തിക്കേണ്ടത്? ഒരു കുട്ടിയെ കാണാനില്ല എന്ന് നീറി ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ചെന്ന് പറയുമ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള സമീപനമാണ് സാർ ഇവിടെ ഏറ്റവും പ്രസക്തമായി നിൽക്കുന്നത്. സാർ, അത് അവിടെ നിൽക്കുന്നു. പിറ്റേ ദിവസം 6-ാം തീയതിയാണ് ഈ കേസ് അവര് രജിസ്റ്റർ ചെയ്യുന്നത്. അതാണ് മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിച്ചത്. 6-ാം തീയതി വീണ്ടും ഇവരോട് 5-ാം തീയതി ആയിട്ട് പോകാൻ പറഞ്ഞു. 6-ാം തീയതി പകൽ ഇവർ വീണ്ടും വരുന്നു. 6-ാം തീയതി വന്ന് ഏകദേശം 9 മണിയോടെ സ്റ്റേഷനിലെത്തി ഇവര് പരാതി അവിടെ പരാമർശിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടില്ല. സാർ, ഇതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ ഇതിന്റെ സർജനുമായിട്ട് സംസാരിച്ചു. അവരെന്റെ വിശദാംശങ്ങളൊന്നും എന്നോട് പറഞ്ഞില്ല. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് 2 ദിവസത്തിനുള്ളിൽ കൊടുത്തു എന്ന് അവർ തന്നെ എന്നോട് പറയുകയുണ്ടായി. പക്ഷെ പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൈപ്പറ്റുന്നത് ഇന്നലെയാണ് സാർ. ഇന്നലെയാണ് പോലീസ് കൈപ്പറ്റുന്നത്. ഈ സർജൻ എന്നോട് പറഞ്ഞു 2 ദിവസം പോസ്റ്റ്മോർട്ടം 7-ാം തീയതി കഴിയുന്നു. ആ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് 2 ദിവസത്തിന് റിപ്പോർട്ട് കൊടുക്കുന്നു. റിപ്പോർട്ട് പോലീസ് കൈപ്പറ്റുന്നത് ഇന്നലെയാണ്. അപ്പൊ നിർണായകമായ സമയങ്ങളും മണിക്കൂറുകളും പോലീസ് നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ടും വരുന്നത്. എന്നിട്ട് ഇപ്പോൾ അത് ഡ്രൗണിംഗ് കേസായി അതിനെ എഴുതി തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മഹത്യ എന്ന നിലയിലേക്ക് ഈ വിഷയത്തെ പോലീസ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സാർ. ഈ കുട്ടി ആത്മഹത്യ ചെയ്യുകയില്ല എന്ന് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ബന്ധുക്കളും സുഹൃത്തുക്കളും ആവർത്തിച്ച് അടിവരയിട്ട് പറയുന്നു. ഓരോരുത്തരുടെ ക്യാരക്ടർ വെച്ചാണ് അവരെ സംസാരിക്കുന്നത്. എല്ലാത്തിനെയും കുറിച്ച് ഓപ്പണായിട്ട് സംസാരിക്കുന്ന, അച്ഛനും അമ്മയായിട്ട് നല്ല സൗഹൃദം വെച്ചു പുലർത്തുന്ന ഒരു കുട്ടി.
ആ കുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള ഒരു സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാവുന്നില്ല. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ സാറ്, ഈ കുട്ടിയെ അവസാനമായി കാണുന്ന 6:10 കല്ലൂർ പള്ളിയിൽ നിന്ന് ഈ കുട്ടി ഇറങ്ങി വരുന്നത് ആ പള്ളിയിലെ CCTV-യിൽ പതിഞ്ഞിട്ടുണ്ട്. ആ CCTV ദൃശ്യം ഞാനും കണ്ടു. ഈ 6:10 ഈ കുട്ടി അവസാനമായി കാണുന്ന ആ ദൃശ്യത്തിലാണ്. അതിനകത്ത് ഈ കുട്ടി വളരെ പീസ്ഫുള്ളായി, വളരെ സമാധാനത്തോടെ, ഒരു സംഘർഷമോ അല്ലെങ്കിൽ ഒരു പിരിമുറുക്കോ ഒന്നും ആ മുഖത്ത് കാണാൻ കഴിയുന്നില്ല. വളരെ ക്ലിയറായി കാണാൻ കിട്ടുന്ന ഒരു മുഖത്ത് വളരെ സമാധാനത്തോടെ ആ കുട്ടി ഇറങ്ങിപ്പോകും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സർ. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം വരുന്നത് അവിടെയാണ്. അടുത്ത CCTV ദൃശ്യം, ഈ കുട്ടി പള്ളിയുടെ ഇറങ്ങുമ്പോൾ അവിടെ ബൈക്കിൽ വന്ന 2 പേര് ഈ കുട്ടിയെ നിരീക്ഷിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എന്നിട്ട് ഈ കുട്ടി നടന്നു പോകുന്ന ഡയറക്ഷനിലേക്ക് ഈ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുന്നു. സാർ, ഈ CCTV ദൃശ്യം ഒന്നും എടുത്ത് പോലീസാന്നാരും തെറ്റിദ്ധരിക്കേണ്ട, കുട്ടിയുടെ ബന്ധുക്കളെടുത്ത് പോലീസിന് കൊടുത്താ. എന്നിട്ട് പോലും ഈ പറഞ്ഞ വിഷയങ്ങൾ പോലും പോലീസ് അന്വേഷിച്ചില്ല സർ. ഈ പറയുന്ന വിഷയങ്ങൾ പോലും പോലീസ് അന്വേഷിക്കാൻ തയ്യാറായില്ല. അതിനുശേഷമാണ് ഈ കുട്ടിയുടെ ബോഡി അടുത്ത ദിവസം വൈകുന്നേരം എറണാകുളത്ത് നിന്ന് കൊച്ചി കായലിൽ നിന്ന് ലഭ്യമാവുന്നത്. സാർ, അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞത്, അത് മുഖവിലയ്ക്ക് എടുക്കാമെങ്കിൽ അനുഭവ സമ്പത്തുള്ള അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞത്, ഈ മൃതശരീരത്തിന് 24 മണിക്കൂർ പഴക്കമൊന്നുമില്ല. 5-ാം തീയതി രാത്രി കാണാതായി ഈ കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന പോലീസ് നിഗമനമാണെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു ഡീക്കേയിങ്ങോ അത്തരത്തിലുള്ള സാഹചര്യമോ ആ കുട്ടിയുടെ മൃതശരീരത്തിൽ കാണാനില്ലായിരുന്നു എന്നത് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ തന്നെ പറയുന്നു. മൃതദേഹം ഏതെങ്കിലും പാലത്തിൽ നിന്ന് എടുത്തു ചാടിയതാണെന്നാണ് പോലീസിന്റെ മറ്റൊരു ഭാഷ്യം. ഗോശ്രീ പാലത്തിലൊരു കുട്ടിയെ വൈകുന്നേരം കണ്ടു എന്ന് പോലീസിന് മൊഴി കിട്ടിയെന്ന് പോലീസ് പറയുന്നു. ഇനി അഥവാ പാലത്തിൽ ചാടിയെന്ന് അനുമാനിച്ചാൽ ഈ മൃതദേഹം ഇവിടെ ഒഴുകിയെത്തില്ല എന്നും ഈ മത്സ്യത്തൊഴിലാളികൾ കൃത്യതയോടെ പറയുകയാണ് സാർ. അപ്പോൾ ഇവിടെ ഇതിന്റെ പിന്നിൽ ദുരൂഹതകളിലേക്ക് വിരൽ ചൂണ്ടുന്ന അവിടെയാണ്. അപ്പൊ ഈ കുട്ടിയുടെ മൃതശരീരം എങ്ങനെ അവിടെ എത്തി എന്നുള്ളത്. അപ്പൊ ഈ രാത്രി ഒരു ഓവർനൈറ്റ് വെള്ളത്തിൽ ഈ കുട്ടിയുടെ മൃതശരീരം കിടന്നതായി യാതൊരു രീതിയിലും കാണുന്ന ഒരു സാഹചര്യ തെളിവുകളും അവിടെയില്ല. അപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള അനവധി കാര്യങ്ങൾ മാതാപിതാക്കൾ ആവർത്തിച്ചു പറഞ്ഞിട്ട്, മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളത് പറഞ്ഞിട്ട് അക്കാര്യമൊന്നും മുഖവിലക്കെടുക്കുവാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാർ, ഇവിടെ ഞാനത് കഴിഞ്ഞ് ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു. സാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്. ഞാൻ ചോദിച്ചപ്പോ ഈ കുട്ടി, നിങ്ങൾ പറയുന്നു അവിടെ ഗോശ്രീ പാലത്തിൽ കുട്ടിയെ കണ്ടു, അല്ലെങ്കിൽ കുട്ടി അവിടെ വാർഫിൽ എറണാകുളത്ത് കൊച്ചിയിൽ ചെന്നു, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ബാക്കി CCTV ദൃശ്യങ്ങളില്ലേ, നിങ്ങളുടെ നിരീക്ഷണ ക്യാമറകൾ നിങ്ങൾ കണ്ടോ? അപ്പൊ പോലീസുകാരൻ നൽകിയ മറുപടി എന്താണെന്ന് അറിയോ സാർ? കൊച്ചിയിലെ നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. സാർ, എറണാകുളം പോലുള്ള നഗരത്തില് പോലീസിന്റെ നിരീക്ഷണ ക്യാമറകൾ നോക്കുകുത്തിയായി നിൽക്കുന്നു എന്നുള്ളത്. സാർ, ഇവിടെ എന്ത് സുരക്ഷിതത്വമാണ് സാർ ഉള്ളത്? എന്ത് സുരക്ഷിതത്വമാണ് സാർ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള? നമ്മൾ ആവർത്തിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് സാർ. ഈ ചർച്ചകളൊക്കെ വിഫലമായി പോകുന്നു എന്നുള്ളതാണ്. അതിന്റെ റിസൾട്ടിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നത് വളരെ ഗൗരവത്തോടെ കേരളം ഓരോ ദിവസവും ഉണരുന്നത് ഭയപ്പാടോടെയാണ്. ഇന്ന് ആര് എന്ന ചോദ്യം ഓരോരുത്തരുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സാർ. ഇന്ന് ആര് എന്ന ചോദ്യം സാർ. ഇതിന്റെ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ആവർത്തിക്കേണ്ട പ്രധാന കാരണം എന്താണ്? പ്രധാന കാരണം എന്നുള്ളത് ഇതിന്റെ കുറ്റവാളികൾ പിടിക്കപ്പെടുന്നില്ല എന്നതാണ്. ഇതിന്റെ കുറ്റവാളികളെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പഴുതുകൾ ഉപയോഗിച്ച് അവർ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. നിയമത്തിന് മുമ്പിലേക്ക് അവരെ കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സാർ. അതുകൊണ്ടാണ് സാർ ഇവിടെ വാളയാറും കൊട്ടിയൂരും പാലക്കാടും ഒക്കെ വയനാടും ഒക്കെ ആവർത്തിച്ച് ഏറ്റവും ഒടുവിൽ ഒരു മിഷേൽ എന്ന് പറഞ്ഞ ഒരു 18 വയസ്സുള്ള പെൺകുട്ടിയിൽ ഇന്ന് ഈ വിഷയം എത്തി നിൽക്കുന്നത്. സാർ, ഞാൻ പരത്തി പറഞ്ഞു പോവുകയാണ്, പോയിന്റ്സിലേക്ക് വരികയാണ് സാർ. ഇതിന്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ പോലീസിന്റെ അനാസ്ഥ കൊണ്ട് പ്രധാനപ്പെട്ട മണിക്കൂറുകളും ദിവസങ്ങളും നഷ്ടപ്പെടുത്തി സാർ. ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ക്രൈംബ്രാഞ്ചിന് അന്വേഷണം വിട്ടാൽ എല്ലാം പൂർത്തിയായി വരുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇതിനെ സംബന്ധിച്ച് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൊണ്ടുവരണം. കാരണം കൃത്യമായ സമയങ്ങൾ നഷ്ടപ്പെടുത്തി സാർ പോലീസ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ശാസ്ത്രീയമായ പരിശോധനകൾ ആവശ്യമാണ്. ഇതിന് പ്രത്യേക ഒരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാവണം. ഇവിടെ സെൻട്രൽ സ്റ്റേഷനിൽ നിരുത്തരവാദപരമായി പെരുമാറിയ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാൻ ഗവൺമെന്റ് തയ്യാറാവണം. സാറ, ഇന്നലെ വരെ നമ്മൾ ഒരുപാട് മിസൈലുകളെ കുറിച്ച് സംസാരിച്ചു. നാളെ മറ്റ് മിസൈലുകളെ കുറിച്ച് സംസാരിക്കുവാൻ ഇടവരരുത് എന്ന് ഗവൺമെന്റിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ സത്യസന്ധമായ അന്വേഷണം നടത്തുവാൻ കഴിയണം. ഇതിന്റെ പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കഴിയണം. സാർ, ഇത് വളരെ അസ്വാഭാവികമായ ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ സംജാതമായിരിക്കുകയാണ്. ഇത് ആവർത്തിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ വിഷയം അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കേരളത്തിലെ ഇന്ന് മാറുന്ന ഈ സാമൂഹ്യ അന്തരീക്ഷം അതീവ ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഗൗരവം ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ഉൾക്കൊണ്ടുകൊണ്ട് ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി.
സർ, ഇവിടെ ബഹുമാനായ അംഗം ചൂണ്ടിക്കാണിച്ചതുപോലെ 5-ാം തീയതി മിഷേൽ ഷാജിയെ കാണാതായി എന്ന വിവരം കുടുംബത്തിന് ലഭിച്ചുവെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. സർ, ഇത് സംബന്ധിച്ച് പോലീസിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് പ്രത്യേകമായ കാലതാമസം ഉണ്ടായിട്ടില്ല. 6-ാം തീയതിയാണ് പോലീസ് സ്റ്റേഷനിൽ ഈ ബന്ധുക്കൾ എത്തിയത് എന്നാണ് പോലീസിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട്. പ്ലീസ് അദ്ദേഹം പറഞ്ഞു കേട്ടെ. ശ്രീ പി കെ ശശി, അങ്ങിരിക്കൂ. അദ്ദേഹം പറയട്ടെ. അങ്ങോട്ട് ഇരിക്കൂ, അങ്ങോട്ട് ഇരിക്കൂ, നിങ്ങളോട് ഇരിക്കൂ. മുഖ്യമന്ത്രി സംസാരിക്കട്ടെ. അല്ല, അദ്ദേഹം മുഖ്യമന്ത്രി പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും നിങ്ങൾ സംസാരിക്കും. അതേ പറഞ്ഞിട്ട് ആ വാചകം പൂർത്തീകരിച്ചില്ലല്ലോ. നിങ്ങൾ അവർ നിശബ്ദരായിരിക്കായിരുന്നു. പ്ലീസ് ഇരിക്കൂ. ബഹുമാനായ അംഗം ഇവിടെ പറഞ്ഞ കാര്യം 5-ാം തീയതി തന്നെ രാത്രി 9 മണി കഴിഞ്ഞപ്പോ ഈ ബന്ധുക്കൾ സ്റ്റേഷനിലെത്തി പരാതിപ്പെട്ടിരുന്നു എന്താണ്. സർ, അങ്ങനെയാണെങ്കിൽ അത് പരിശോധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഉള്ള റിപ്പോർട്ട് അനുസരിച്ച് 6-ാം തീയതി മാത്രമേ എത്തിയിട്ടുള്ളൂ. ഈ കാര്യമടക്കം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന നില സ്വീകരിക്കാം. ഈ പറഞ്ഞ കാര്യം ശരിയാണോ എന്നുള്ളത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന നിലയെടുക്കാം. സർ, ഇവിടെ പോലീസ് 6-ാം തീയതി രാവിലെ പരാതി കിട്ടിയ ഉടനെ ഇക്കാര്യത്തിൽ ഫലപ്രദമായി